Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. എല്ലാവരും പിന്നിൽ നിന്ന് കുത്തിയപ്പോഴും മുനമ്പത്തെ ജനങ്ങളോടൊപ്പം കോൺഗ്രസ് ഉണ്ടായിരുന്നുവെന്നും ഇനിയും ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന സർക്കാർ സെക്ഷൻ 97 അനുസരിച്ച് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ വെറും 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം ഒന്നും ചെയ്യാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. രണ്ട് സ്ഥലത്തെ ഭരണകക്ഷി വന്നിട്ടാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ഇതിനെല്ലാം കുഴപ്പം കോൺഗ്രസ് ആണെന്ന് പറയുന്നത്. എന്നിട്ട് ഓരോരുത്തരും വാക്ക് കൊടുക്കാൻ എന്താണ് BJPയുടെ നേതാക്കൾ വന്ന് ഇവിടെ തമ്പടിച്ച് പറഞ്ഞത്? പാർലമെന്റിൽ ഒരു ബില്ല് വരികയാണ്. ആ ബില്ല് BJP ഗവൺമെന്റ് കൊണ്ടുവരികയാണ്. ആ ബില്ല് പാസ്സായാൽ ഇന്ത്യൻ പ്രസിഡന്റ് അതിൻ്റെ അകത്ത് ഒപ്പുവെച്ചാൽ അത് നിയമമായി ആക്ടായി. അതിന്റെ ഒരു കോപ്പി വാങ്ങിച്ച് നിങ്ങൾ എറണാകുളം ജില്ലാ കളക്ടറെ കൊണ്ടുപോയി കണ്ടാൽ അപ്പൊ തന്നെ കരമടയ്ക്കാൻ എഴുതി തരും ആര്? ജില്ലാ കളക്ടർ. ഇത് പാസ്സായില്ലേ? ഈ ബില്ല് ആക്ടായില്ലേ? അതിന്റെ കോപ്പി മേടിച്ച് ആ ജില്ലാ കളക്ടർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഒരു BJP നേതാവിനെ കാണാനില്ലല്ലോ. ആ ബില്ലിന്റെ കോപ്പി, ആ ആക്ടിന്റെ കോപ്പി കളക്ടർക്ക് കൊടുത്താൽ കളക്ടർ അപ്പൊ തന്നെ ഈ പാവപ്പെട്ടവർക്ക് കരമടയ്ക്കാനുള്ളത് എഴുതി തരും എന്ന് പ്രസംഗിച്ചവരല്ലേ മുനമ്പത്തെ സമരസമിതിക്കാരുടെ മുമ്പിൽ വന്ന്? ഈ നിയമം പാസ്സായാൽ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് പറഞ്ഞത്. അതിനുള്ള മറുപടി ഞാൻ പറയണ്ട. അതിനുള്ള മറുപടി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു തന്നെ വന്ന് എറണാകുളത്ത് പറഞ്ഞു. ഇതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയാം. സത്യസന്ധമായിട്ടാണ് സംസാരിച്ചത്. ഈ ബില്ലുകൊണ്ട്, ഈ ആക്ട് കൊണ്ട് മുനമ്പത്തെല്ലാവർക്ക് യാതൊരു കാര്യമില്ല. നിങ്ങൾ കോടതി വഴി കയറി പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇവരെ കബളിപ്പിച്ചത് ആരാണ്? BJPക്കാർ അല്ലേ? ഞങ്ങളൊന്നൊരു ഐക്യദാർഢ്യ സമ്മേളനം നടത്തി. അവിടെ വന്ന് ഞാനും പങ്കെടുത്തു. ഈ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ നിന്ന് ഒളിച്ചോടേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഡൊമിനിക് പ്രസേഷനുണ്ട്, സാദത്തുണ്ട്, വിനോദുണ്ട്, ഷിയാസുണ്ട്, അജയ് തറയിലുണ്ട്, അല്ലാസ് വക്കീലുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്, ധനവാദുണ്ട്, എല്ലാവരും ഉണ്ട്, ദീപ്തിയുണ്ട്. എല്ലാവരും അന്ന് ഉണ്ടായിരുന്നവരാ. ആരും ഒളിച്ചോടി പോയിട്ടില്ല. ഞങ്ങളൊന്ന് 3 കാര്യങ്ങൾ പറഞ്ഞു. 3 കാര്യങ്ങൾ. ഒന്ന്, ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന നിലപാടെടുത്തത് ഞങ്ങളാണ്. ഇപ്പോഴും ആ നിലപാടാണ്. അത് വഖഫ് ഭൂമി അല്ല. അതിന് നിയമപരമായ 5 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഇത് വഖഫ് അല്ല. ഒന്ന്, ഈ ഭൂമി ഈ സ്റ്റേറ്റിന്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ സ്റ്റേറ്റിൽ പൂർണ്ണമായ അധികാരമില്ല. ഈ ഭൂമി, ഒരു ഭൂമിയിൽ പൂർണ്ണമായ ടൈറ്റിലുള്ള ഒരാൾക്ക് ആ ഭൂമി വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേറ്റിൽ അതില്ലായിരുന്നു. നമ്പർ 1. നമ്പർ 2, ഇത് വഖഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കാലത്ത് ഇപ്പൊ താമസിക്കുന്നവരുടെ പൂർവികർ അവിടെ താമസിക്കുന്നുണ്ട്. വേറെ ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫ് ചെയ്യാൻ പറ്റില്ല നിയമമനുസരിച്ച്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ജീവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.